മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം വിദ്യാർത്ഥികൾ ഡോക്ടർമാരാവരുത്, തിട്ടൂരമിറക്കി ബി.ജെ.പി. ഇന്ന് നവംബർ 26 ഭരണഘടനാ ദിനം. ലോകത്തിനു മുമ്പിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയ മഹത്തായ നിയമസംഹിതയുടെ ആഘോഷത്തിന് പൊലിവ് കൂട്ടുന്ന വാർത്ത വന്നിരിക്കുകയാണ് ജമ്മുവിലെ ശ്രീനഗറിൽ നിന്ന്. ജമ്മുവിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ 50ഓളം വരുന്ന സീറ്റുകളിൽ നിന്ന് പ്രവേശനം നേടിയ 42ഓളം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ലഫ്റ്റനന്റ് ഗവർണറുടെ അടുത്തേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് ജമ്മുവിലെ ബി.ജെ.പിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഓർക്കുക, മാനേജ്മെന്റ് കോട്ടയിൽ കയറിയവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ജമ്മു കാശ്മീർ ബോർഡ് ഓഫ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറാക്കിയ 50 പേരുടെ അന്തിമ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പ്രവേശനം നേടിയ 42 മുസ്ലിം വിദ്യാർത്ഥികളെയാണ് ഇവിടെ പുറത്താക്കാൻ വേണ്ടി പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭരണഘടന അനുവദിച്ചു നൽകുന്ന ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിന് മുന്നിലുള്ള തുല്യതയും തുല്യ നിയമപരിരക്ഷയും ലംഘിക്കുന്ന ഭരണഘടനാ ലംഘനത്തിന്റെ നഗ്നമായ നേർചിത്രമായി മാറുകയാണ്. കൂടാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ ഒരാൾക്കും വിവേചനം നേരിടരുത് എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ 15ന്റെയും കൂടി നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, മുസ്ലിം കുട്ടികൾക്കാണ് വിവേചനം നേരിട്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് മുസ്ലിങ്ങളെക്കാൾ ഉപരി മറ്റു സമുദായങ്ങൾ ഇതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? എത്ര ഉളുപ്പില്ലാതെയാണ് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സുഡാപ്പിയൊക്കെ രംഗത്ത് വരുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിനും നമുക്ക് എണ്ണി എണ്ണി തന്നെ മറുപടി കൊടുക്കാം. ഒരു കാര്യം സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ നാട് എത്ര സുന്ദരമായിട്ട്, എത്ര സമാധാനത്തില്, എത്ര ഒത്തൊരുമയോട് കൂടിയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതൊന്നും പിടിക്കാത്ത ഇത്തരം ഒരുപാട് സുഡാപ്പികളുണ്ട് നമ്മുടെ കേരളത്തില്. ഇവരൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇവരൊക്കെ വിളിച്ചു പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്താ വിളിച്ചു പറയുന്നത്? മുസ്ലിം വിദ്യാർത്ഥികൾ ഡോക്ടർമാരാവരുത് എന്ന് ബി.ജെ.പി. തിട്ടൂരം ഇറക്കിയെന്ന ഒരു ഉളുപ്പില്ലാതെ ഇവൻ വിളിച്ചു പറയുന്നത്. അല്ല, നമ്മുടെ രാജ്യത്തെ എണ്ണം പറഞ്ഞ് എയിംസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളില് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ലേ? ഇത്തരം സുഡാപ്പികൾ പറയാറുണ്ടല്ലോ, ഗുജറാത്തൊക്കെ അമിത്ഷായും മോദിയൊക്കെയാണ് അടക്കി ഭരിക്കുന്നത് എന്ന്. ആ ഗുജറാത്തില് മെഡിക്കൽ സ്ഥാപനങ്ങളില് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ സ്ഥാപനങ്ങളില് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാ ഇവൻ പറഞ്ഞല്ലോ, കശ്മീരിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിലുകൾ എടുത്ത് ഇവനൊക്കെ വന്നിട്ടങ്ങ് പറയാ, മുസ്ലിം വിദ്യാർത്ഥികളെ ഡോക്ടർമാരാക്കരുത് എന്ന് ബി.ജെ.പി. തിട്ടൂരം ഇറക്കി എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭയന്നിങ്ങനെ ജീവിക്കേ. അതാണല്ലോ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു ഭാഗത്ത് കൂടി നടക്കുന്നത്. ഇത്തരം വലിയ കൊണാണ്ടർമാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുപാട് സുഡാപ്പികൾ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തില്. ഇവന്മാരിങ്ങനെ ഭയപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലാക്കി മുന്നോട്ട് പോകാൻ ഇപ്പോ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ തന്നെ പറഞ്ഞത് എന്താണ്? അതായത് കശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസില് 42 മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടി, അതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രതിഷേധത്തിൽ എന്നൊക്കെയല്ലേ വിളിച്ചു പറയുന്നത്. ഈ സ്ഥാപനവുമായിട്ട് സകല ആളുകളും കുറച്ച് വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് കശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസില് ഇത്തവണയാണ് MBBS ബാച്ച് തുടങ്ങുന്നത്. ഈ MBBS ബാച്ച് തുടങ്ങുന്നതിൽ 2025-26 അധ്യയന വർഷത്തില് ആകെ 50 സീറ്റ് മാത്രമാണുള്ളത്. ഇതിൽ 42 സീറ്റും ലഭിച്ചിട്ടുള്ളത് മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ്. ബാക്കി വരുന്ന 8-ൽ 1 സിഖ് മതവുമായി ബന്ധപ്പെട്ട്, ബാക്കി വരുന്ന 7 ആളുകളാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അവിടെ അഡ്മിഷൻ കിട്ടിയവരിൽ ഉള്ളത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇനി നമ്മള് ബി.ജെ.പി. ഇവിടെ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന് ഈ സ്ഥാപനത്തിന് പണവും സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡാണ് ഇതിന്റെ സകല ധനസഹായങ്ങളും കൊടുക്കുന്നത്. അല്ലാതെ ജമ്മു കശ്മീരിലെ ഒമർ അബ്ദുള്ളയുടെ സർക്കാരല്ല ആ സ്ഥാപനത്തിന് ധനസഹായം കൊടുക്കുന്നത്. അതും പ്രത്യേകം സകല ആളുകൾ മനസ്സിലാക്കണം. ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തില് ഭക്തര് വരുന്നതുമായി ബന്ധപ്പെട്ട്
അവിടേക്ക് എത്തുന്ന വഴിപാടുകൾ നേർച്ചകളൊക്കെയായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണമെടുത്ത് ആ പണം കൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകം മനസ്സിലാക്കണം, ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ബോർഡാണ് ഈ സ്ഥാപനത്തിന്, അതായത് ശ്രീമാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൽ സകല ധനസഹായവും കൊടുത്ത് ആ സ്ഥാപനത്തെ പൊക്കി, അതായത് ആ സ്ഥാപനത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. ഇനി ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇവിടെ BJP മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമാണ്. കശ്മീരിൽ ഈ സ്ഥാപനത്തിന് ന്യൂനപക്ഷ അവകാശം കൊടുത്ത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കുന്ന മതമായിട്ടുള്ള ഹിന്ദു, സിഖ്, ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ അവകാശം കൊടുക്കണം. കശ്മീരില് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു, അതേപോലെ തന്നെ സിഖ് കാര്യങ്ങളൊക്കെയാണ്, സകല ആളുകൾക്കും അറിയാമല്ലോ. അപ്പോ ഈ സ്ഥാപനത്തിന് ന്യൂനപക്ഷ പദവി കൊടുത്ത് ആ ക്ഷേത്രത്തിന്റെ ആരാധനയൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അവിടെ കൃത്യമായ മുൻതൂക്കം വേണം. അല്ലാതെ 50 സീറ്റ് കൊടുത്തതിൽ 42 സീറ്റും ഇപ്പുറത്തേക്ക് എന്ന് പറയുമ്പോ അത് ആ ക്ഷേത്രം ധനസഹായം കൊടുക്കുമ്പോൾ അതിനെതിരെയാണ് പ്രതിഷേധിച്ച് BJP രംഗത്തെത്തിയത്. ഇവനൊരു വക്കീലൊക്കെയാണ്. ഈ കുത്തിത്തിരിപ്പുമായിട്ട് രംഗത്തെത്തിയവൻ വക്കീലാ. ഈ വക്കീലിനോട് വലിയ നിയമമൊക്കെ വിളിച്ചു പറയുന്നത്, ആളുകളെ നിങ്ങൾ ആരെയായി വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ കേരളത്തില്, നമ്മുടെ രാജ്യത്തുടനീളം മുസ്ലിം സ്ഥാപനങ്ങളില്ലേ? ഈ സുഡാപ്പിയൊക്കെ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിം സ്ഥാപനങ്ങളില്ലേ? മുസ്ലിം ന്യൂനപക്ഷ സ്ഥാപനങ്ങളില്ലേ? അവിടെ ആർക്കാണ് മുൻതൂക്കം? എത്ര സ്ഥാപനമാണ് എണ്ണി മുന്നോട്ട് വെക്കാൻ പറ്റൂലേ? അപ്പോ തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന് മുൻതൂക്കം ഉണ്ടെങ്കിൽ ആഹാ കൊള്ളാം, ന്യൂനപക്ഷ അവകാശം കൊള്ളാം. അതേസമയം കശ്മീരിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുമതവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനത്തിന് ക്ഷേത്രത്തിന്റെ പണമെടുത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സ്ഥാപനം ന്യൂനപക്ഷമായിട്ട് അവരുടെ മതവുമായി ബന്ധപ്പെട്ടവർക്ക് സംവരണം കൊടുക്കണം, മുൻതൂക്കം കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ഇവരൊക്കെ കാണുന്നത്? അതായത് തങ്ങളുടേതാണെങ്കിൽ കൊള്ളാം, മറ്റുള്ള ആർക്കും ഇതൊന്നും പാടില്ല. ഇതൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം. ഇത്തരം ഒരുപാട് സുഡാപ്പികളുണ്ട്. എന്തൊരു വിഷയം വരുമ്പോഴേക്ക് വളച്ചൊടിച്ച് എന്ത് ഉളുപ്പില്ലായ്മയായി ഈ സുഡാപ്പി വിളിച്ചു വന്നിട്ടുള്ളത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുസ്ലിം വിദ്യാർത്ഥികള് ഡോക്ടർമാരാവരുത് എന്ന് BJP തിട്ടൂരിറക്കിയിരിക്കുന്നത് പറഞ്ഞിട്ടാ പ്രചരിപ്പിക്കുന്നത്. എന്തൊരു നെറികേടാണ്. വക്കീല, സകല നിയമം അറിയാം. ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് സംവരണം വേണമെന്നൊക്കെ ആർക്കും ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ BJP ഇത് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം. അതേസമയം തങ്ങളുടെ സുഡാപ്പികൾക്ക് ഒരു പ്രശ്നം, തങ്ങൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. മറ്റുള്ള ആരും അത് ഒരിക്കലും അംഗീകരിക്കില്ല. മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള മതവിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമാണ്. സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയാ, സുഡാപ്പികളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണിത്. എവിടെ എന്തെങ്കിലും ഒന്ന് നടക്കുന്നോ അത് വളച്ചൊടിച്ച് വർഗീയതയായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് അങ്ങ് തുപ്പു, ഒരു ഉളുപ്പില്ലാതെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പണമെടുത്തുകൊണ്ട്, അവിടെ വഴിപാടും നേർച്ചകളുമായി എത്തുന്ന പണമെടുത്തുകൊണ്ട് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുമ്പോൾ ആ സ്ഥാപനം തീർച്ചയായിട്ടും ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുൻതൂക്കം കൊടുക്കണം, സംവരണം കൊടുക്കണം, ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് അവകാശം മുന്നോട്ട് വെക്കണമെന്നൊക്കെ BJP പറയുമ്പോൾ ഇതെങ്ങനെ പ്രശ്നമാകുക? കേരളത്തില്, നമ്മുടെ രാജ്യത്ത് എത്ര ന്യൂനപക്ഷ മുസ്ലിം മാനേജ്മെന്റുകളൊക്കെ ഉണ്ട്. ഈ സുഡാപ്പി എന്താ അതൊന്നും കാണാത്തത്? സുഡാപ്പിക്ക് അന്തസ്സുണ്ട്. ആദ്യം സുഡാപ്പിസം സകല ആളുകളും മനസ്സിലാക്കുക. സുഡാപ്പി ആദ്യം മുസ്ലിം മാനേജ്മെന്റിലെ മുൻതൂക്കമൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് പോരെ മറ്റു മതങ്ങളിലേക്കൊക്കെ പോയിട്ട് നോക്കല്. എത്ര ഉളുപ്പില്ലാതെയാണ് ഈ സുഡാപ്പിയൊക്കെ നമ്മുടെ കേരളത്തിൽ പച്ച വർഗീയത തുപ്പുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.